മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരമായി ഈശോ കുരിശിൽ മരിച്ചതിൻ്റെ ഓർമ്മ ദിനമാണ് ദുഃഖവെള്ളിയാഴ്ച. ഗുഡ് ഫ്രൈഡേ എന്നാണ് ഈ ദിവസത്തെ ഇംഗ്ലീഷിൽ പറയുന്നത്. നല്ല ഒരു വെള്ളിയാഴ്ച തന്നെയാണ് ഇന്നത്തെ ദിവസം. ഏറ്റവും അനുഗ്രഹദായകമായ ദിവസമായതുകൊണ്ട് തന്നെയാകണം ഈ ദിവസത്തെ അപ്രകാരം വിളിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 14 തിരുവചനം. പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറുമായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക. ഈ പെസഹാദിയുടെ ദിവസത്തിൽ ഈശോയെ കുരിശിൽ തറയ്ക്കുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പെസഹായുടെ ദിനത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് പറയുമെങ്കിലും അതിൻ്റെ പൂർണ്ണത സംഭവിക്കുന്നത് കുരിശിലെ ബലിയർപ്പണത്തിൽ തന്നെയാണ്. കർത്താവിൻ്റെ ബലിയർപ്പണം പൂർണ്ണമാകുന്നത് കുരിശിലാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പെസഹാ ദിനത്തിൽ ഈ പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകം 12 അധ്യായം, അവിടെ നമ്മൾ വായിക്കുന്നൊരു സംഭവമുണ്ട്. ആദ്യത്തെ പെസഹായെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പെസഹായിൽ ഈ കുഞ്ഞാടിൻ്റെ രക്തം അത് കട്ടിളക്കാലിലും മേൽപ്പടിയിലും തളിക്കുന്ന ആ ഭവനങ്ങളെ സംഹാരദൂതൻ ഒന്നും ചെയ്യാതെ കടന്നു പോകുന്നത് വചനത്തിൽ വായിക്കുന്നുണ്ട്. സംഹാരദൂതൻ ഒരു തരത്തിലും ഉപദ്രവിക്കാതെ കടന്നു പോകുന്നത് വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മിശിഹായും അപ്രകാരം തന്നെയല്ലേ? യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 29 തിരുവചനം, അവിടെ വചനത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. ഈശോയെ നോക്കിക്കൊണ്ട് യോഹന്നാൻ വിളിക്കുന്നത് ഇപ്രകാരമാണ്. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത കുഞ്ഞാടാണ് ക്രിസ്തു. പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിനെ പോലെ ഈ ഭൂമിയിലെ മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരമായി ഈശോ കുഞ്ഞാടെന്ന വണ്ണം കൊല ചെയ്യപ്പെടുമ്പോൾ, കുരിശിൽ മരിക്കുമ്പോൾ അവൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ളത് തിരിച്ചറിയേണ്ടതില്ലേ? പാപത്തിൻ്റെ പരിഹാരം എന്ന നിലത്തിൽ ഈശോയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പഴയ നിയമത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകം 22 അധ്യായത്തിൽ അബ്രാഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് മോറിയമലയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് ഈ മകൻ അബ്രാഹത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇപ്രകാരമാണ്, നമുക്ക് തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അബ്രാഹാം മറുപടി പറയുകയാണ്. ഇപ്രകാരമാണ് മറുപടി പറയുന്നത്, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അബ്രാഹത്തിന് ദൈവം നൽകിയ കുഞ്ഞാട് മുള്ളുകൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെയാണ്. തൻ്റെ മകനായിട്ടുള്ള ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ദൈവം അവനെ തടയുകയും പകരം ഒരു കുഞ്ഞാടിനെ നൽകുകയും ചെയ്യുന്നുണ്ട്. പുതിയ നിയമത്തിൽ ആ കുഞ്ഞാട് ഈശോ തന്നെയല്ലേ? പഴയ നിയമത്തിലെ ഈ കുഞ്ഞാടിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് വലിയ മാറ്റം നൽകുന്നത് പുതിയ നിയമത്തിൻ്റെ പൂർണ്ണതയിലാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 7 അധ്യായം 14 തിരുവചനത്തിൽ ഇപ്രകാരമാണ് വായിക്കുക. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. പ്രിയമുള്ളവരെ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിക്കുന്നത് എങ്ങനെയാണ്? രക്തം എങ്ങനെയാണ് കഴുകി വെളുപ്പിക്കാൻ പറ്റുക? ഈശോ നമ്മളെ കഴുകിയത് തൻ്റെ രക്തത്താലാണ്. അതുകൊണ്ട് ഈ ദുഃഖവെള്ളി ദിനത്തിൽ, ഈശോയുടെ പാപപരിഹാര ബലിയർപ്പണത്തിൻ്റെ ദിനത്തിൽ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മളെയും കഴുകി വിശുദ്ധീകരിച്ച് തൻ്റെ പിതാവിനോട് ചേർത്ത് നിർത്തിയ ഈശോയോട് ആ വലിയ പിതാവിൻ്റെ സഹനങ്ങളിൽ നമ്മുടെ സഹനങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, എന്നെയും കുരിശോളം വലുതാക്കണമേ, നിൻ്റെ സ്നേഹത്തിൻ്റെ നിഴലിൽ എന്നെയും ചേർത്ത് നിർത്തണമേ എന്ന്.